നമസ്കാരം. ഫ്രാൻസിസ് മാർപ്പാപ്പ ആർച്ച് ബിഷപ്പായിരുന്ന കാലത്ത് നടന്ന ഒരു സംഭവമാണിത്. വീട്ടുവേല ചെയ്ത് ജീവിക്കുന്ന ഒരു പാവം വിധവ, 2 പുരുഷന്മാരിൽ നിന്ന് 7 മക്കൾ. മക്കളുടെ മാമോദീസ നടത്താൻ പണമില്ല. കുട്ടികളുടെ തല തൊടാൻ ആളെ കിട്ടാനുമില്ല. തിരുമേനി, ഞാൻ എന്തു ചെയ്യും? ആ അമ്മ ചോദിച്ചു. തിരുമേനി പരിഹാരം കണ്ടു. 7 മക്കൾക്കും കൂടി തലതൊടാൻ ഒരു തലതൊട്ടപ്പനും അമ്മയും മതി. അരമനയിലേക്ക് വരിക. അവർ വന്നു. പതിവ് പ്രാർത്ഥനകളോടെ മാമോദീസ നടത്തി. പിന്നെ ആർച്ച് ബിഷപ്പിന്റെ വക ലളിതമായ ഒരു സൽക്കാരവും ഓരോ സാൻഡ്വിച്ചും കൊക്കക്കോളയും. ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല പിതാവേ, അങ്ങ് എനിക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്നു. പിതാവിന്റെ മറുപടി ഇതായിരുന്നു, ഇവിടെ ഞാൻ എവിടെ വരുന്നു കുട്ടി? യേശുവാണ് നിനക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നത്. സഭാചട്ടങ്ങളുടെ കൂറ്റൻ പുസ്തകങ്ങൾ എടുത്തുവെച്ച് തലനാരിഴ കീറി പരിശോധിച്ച് നിസ്സാര കാര്യങ്ങൾക്ക് പോലും തടസ്സം നിൽക്കുന്നതല്ല ആത്മീയത എന്ന് വിശ്വസിച്ച അദ്ദേഹം ആത്മാക്കളുടെ രക്ഷയാണ് അന്തിമ നിയമം എന്ന് കരുതി. വൈദികനായ നാളു മുതൽ അന്ത്യം വരെ അതായിരുന്നു ഫ്രാൻസിസിന്റെ സുവിശേഷം. വിവാഹ കൂദാശ കൂടാതെ ഒരുമിച്ച് താമസിച്ച ദമ്പതികൾക്കുണ്ടായ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ നിഷേധിച്ച വൈദികരെ ബിഷപ്പായിരുന്ന കാലത്ത് അദ്ദേഹം ഉപമിച്ചത് കപടഭക്തിക്കാരായ പരീശന്മാരോടാണ്. ഇതിൽ കുഞ്ഞിനെന്താണ് ഉത്തരവാദിത്വം? മാത്രവുമല്ല, ആ മാമോദീസ മാതാപിതാക്കളുടെ മാനസാന്തരത്തിലേക്ക് നയിച്ചേക്കാം എന്നും അദ്ദേഹം വിശ്വസിച്ചു. ഒരിക്കൽ വൈദികരോട് അദ്ദേഹം പറഞ്ഞു, കുമ്പസാരിപ്പിക്കുന്നവർക്ക് താൻ കൊടുക്കുന്ന ഉപദേശം അധ്യാപകർക്കും കൊടുക്കാം. കാർക്കശ്യം വേണ്ട, എന്തുമാവാം എന്ന ചിന്തയും വേണ്ട. പിന്നെ എന്തു വേണം എന്ന് വൈദികർ ചോദിച്ചപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, മനസ്സിൽ ദയ ഉണ്ടാകട്ടെ. കപ്പൽ ഛേദ സംസ്കാരം എന്നൊരു പ്രയോഗം മാർപ്പാപ്പ നടത്തിയിട്ടുണ്ട്. കപ്പൽ തകർന്നു. നാവികൻ നിസ്സഹായനായി ഒരു ദ്വീപിലെത്തി. ആരെങ്കിലും വരും രക്ഷിക്കാൻ എന്ന് കരുതി കാത്തിരിക്കാം, അല്ലെങ്കിൽ കർമ്മനിരതനാകാം. ഒരു കുടിൽ കെട്ടാം, അതിന് തകർന്ന കപ്പലിന്റെ പലകകൾ എടുക്കാം. ഒപ്പം ആ ദ്വീപിൽ ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ഉപയോഗശൂന്യമായ കപ്പൽ ഭൂതകാലത്തിന്റെ ബാക്കി പത്രമാണ്. ദ്വീപിൽ ലഭ്യമായ വസ്തുക്കൾ വർത്തമാനകാല സാധ്യതകളും. രണ്ടും ചേർത്ത് ഭാവി കരുപ്പിടിപ്പിക്കണം. വിദ്യാഭ്യാസത്തിന്റെ ഉള്ളടക്കത്തിൽ സ്ഥായീഭാവവും അസ്ഥിരഭാവവും ഒരുപോലെ നിർണായകമാണ്. വിദ്യാർത്ഥിയെ മനുഷ്യനായി കാണണം. ഇത്തരം ചിന്തകൾക്കും തീരുമാനങ്ങൾക്കുമെല്ലാം മാർപ്പാപ്പയെ പ്രേരിപ്പിച്ചത് അമ്മൂമ്മയുടെ വാക്കുകളായിരുന്നു. അമ്മൂമ്മ എഴുതിയ ഒരു കുറിപ്പ് പ്രാർത്ഥനാ പുസ്തകത്തിൽ ഫ്രാൻസിസ് എന്നും സൂക്ഷിച്ചിരുന്നു. കാരണം കൊച്ചുമക്കൾക്ക് നന്മ നേരുന്നതോടൊപ്പം പ്രയാസങ്ങൾ അതിജീവിക്കാനുള്ള വഴിയും അതിൽ അവർ കുറിച്ചു വെച്ചിരുന്നു. അത് ഇങ്ങനെയായിരുന്നു: സക്രാരി നോക്കി ഒരു നെടുവീർപ്പ്, കുരിശിൻ ചുവട്ടിലെ മറിയയുടെ നേർക്ക് ഒരു നോട്ടം, ഏത് പ്രയാസത്തിനും ആശ്വാസം ഉണ്ടാകും.